ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ത്രീ ഫേസ് ഡി ബി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ത്രീ ഫേസ് ഡി ബി നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഇതിൻ്റെ അകത്തൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സിംഗിൾ ഫേസ് ഡി ബി പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഐസൊലേറ്ററും EHCBയും വരുന്ന സ്ഥലം കാണാം. അതുപോലെ തന്നെ നമുക്ക് 3 സെക്ഷനിൽ വരുന്ന 3 ഫേസ് നിങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഓക്കെ. പിന്നെ അതിനുശേഷം നിങ്ങൾ നോക്കുക, ഇതിൻ്റെ എർത്ത് വന്നിരിക്കുന്നതും ന്യൂട്രൽ വന്നിരിക്കുന്നതും നമുക്ക് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, എർത്ത് കിടക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ. അതായത് ഇത് നമ്മൾ 3 സെക്ഷൻ RYB എന്ന് പറയുന്ന സെക്ഷനിലായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തു. പിന്നെ എർത്ത് കണ്ടോ, ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും വയറിൻ്റെ അകത്ത്. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നോക്കി നിങ്ങൾ കണ്ടോ, നമ്മൾ ഫേസിൻ്റെ ഒരു ഫേസ് ഔട്ട് എടുക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഇതുപോലൊരു ഇത് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ഫേസ് 3 ഫേസ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 3 ഫേസ് DB ആണെങ്കിലും സിംഗിൾ ഫേസ് കൊടുക്കുന്ന രീതിയിലാണ് ഈ DB സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ, ഞാൻ ഇതിനു മുന്നേ ഒരുപാട് DBകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് നല്ല, അതായത് നമുക്ക് വയറുകളെല്ലാം നല്ല രീതിയിൽ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റായിട്ട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്ന ഒരു DB എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് V-ഗാർഡിൻ്റെ DBകളാണ്. V-ഗാർഡിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നും V-ഗാർഡിൽ നിന്നും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ചെയ്താണോ എന്ന്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V-ഗാർഡിൻ്റെ DB നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് സെപ്പറേറ്റുകൾ എർത്തുകളാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള വഴികൾ നമുക്ക് സൈഡിൽ കൊടുക്കാൻ സാധിക്കും. ഒരു DB സെറ്റ് കഴിഞ്ഞ് ഡ്രസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും പിന്നീടാണെങ്കിലും നമുക്ക് മെയിൻ്റനൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ന്യൂട്രാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ കണ്ടോ, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, DB ചാർജ് ചെയ്തിരിക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ട് ആ വയറുകൾ വരുന്നതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതുപോലെ ന്യൂട്രൽ ലിങ്ക് കൊടുത്തിരിക്കുന്നത്. ഈ ന്യൂട്രൽ ലിങ്ക് ജസ്റ്റ് എന്തെങ്കിലും ചൂടാവുകയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വയറെല്ലാം ഒന്നടക്കം കത്തുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കും. ന്യൂട്രൽ ലിങ്ക് ഉറപ്പായിട്ടും നമുക്ക് ചൂടാവും. കാരണം എന്ന് വെച്ചാൽ ഓവറായിട്ട് വാട്ട്സ് എടുക്കുന്ന സമയത്ത് ന്യൂട്രൽ ലിങ്ക് ചൂടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഹൈ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ വരുന്ന സമയം, ഹൈ വാട്ട്സ് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ന്യൂട്രൽ ലിങ്ക് ജസ്റ്റ് ന്യൂട്രൽ കൊടുക്കുന്ന വയർ ജസ്റ്റ് ഒരു ലൂസ് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ കൂടി അവിടുന്ന് സ്പാർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ന്യൂട്രൽ ലിങ്ക് ആ ന്യൂട്രലിൻ്റെ റോഡ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് V-ഗാർഡിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെലക്ടറിൻ്റെ ബാക്കിലാണ്. സെലക്ടറിൻ്റെ ബാക്കിലും നമുക്ക് നമ്മുടെ സെലക്ടറുകൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സൈഡിൽ കൊടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മെയിൻ്റനൻസ് ആണെങ്കിൽ കൂടിയും വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ കൂടി മറ്റുള്ള രീതിയിലേക്ക് ബാധിക്കാത്ത രീതിയിൽ, അതായത് എന്തെങ്കിലും സ്പാർക്കിങ് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് അകലത്തിലാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഐസൊലേറ്ററിന് EHCBയുടെയും ഏകദേശം റൈറ്റ് സൈഡിലായിട്ട് ഒരു നെടുകയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3 ചില DBകളാണെങ്കിൽ 3 ന്യൂട്രൽ ലിങ്കുകൾ വരെ ഉണ്ടാവും, 2 എർത്ത് ലിങ്കുകളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ സെപ്പറേറ്റ് തിരിച്ച് മാറ്റി, ആ സോളാർ ഇൻവെർട്ടർ ആണെങ്കിൽ സെപ്പറേറ്റ് തിരിച്ച് മാറ്റി ചെയ്യണമെങ്കിൽ അതിനുള്ള സെപ്പറേറ്റുള്ള സെക്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ രീതിയിൽ അഡ്വാൻസ് ആയിട്ട് കന്നിട്ട് വേണം നമ്മൾ DB സെലക്ട് ചെയ്യുന്ന സമയത്ത് DBയുടെ അകത്ത് നമ്മളൊന്ന് തുറന്ന് നോക്കണം. DBയുടെ അകത്ത് തുറന്ന് നോക്കി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രസ്സിങ് ചെയ്യാനും അതുപോലെ തന്നെ വയറെല്ലാം വളരെ ഫ്രീ ആയിട്ടിരിക്കാനും ഇൻഡക്ഷൻ കറണ്ട് ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള DBകൾ സെലക്ട് ചെയ്യണം. ഞാൻ എന്തായാലും ഈ DBയുടെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും, അതുകൊണ്ടാണ് DBയുടെ പേര് പറയാത്തത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന DB സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ DBയിലേക്ക് വരുന്ന, അതായത് നമുക്ക് ആ സെക്ഷനുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ 6 വേ DB ഉണ്ട്, 8 വേ DB ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു DB സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രൽ ലിങ്ക് ആണെങ്കിലും ന്യൂട്രൽ റോഡാണെങ്കിലും എർത്ത് റോഡാണെങ്കിലും നമുക്ക് ഇതുപോലെ കൊടുക്കുന്ന രീതിയിലല്ലാത്ത DB നമുക്ക് നോക്കി സെലക്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.